ദിവസം 1 മണിക്കൂർ നേരത്തേക്ക് പോലും വെള്ളമില്ലാതായാൽ നമുക്ക് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. വെള്ളം തീരെ ഇല്ലാതാവുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ പോലും നമുക്കാകില്ല. എന്നാൽ മലാവിയിൽ കാര്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു ഗ്രാമത്തിലേക്ക് നിലമ്പൂർ സ്വദേശിയായ അരുൺ സി അശോകൻ 2019 എത്തുകയായിരുന്നു. അവിടെ എത്തിയപ്പോൾ വെള്ളമില്ലാതെ ഗ്രാമവാസികൾ കഷ്ടപ്പെടുന്നതാണ് അദ്ദേഹം കാണുന്നത്. ഇതിന് എന്ത് പരിഹാരമെന്ന് അരുൺ ആലോചിച്ചു തുടങ്ങുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങി. അതിനായി ആദ്യം അവരെ ചാക്കുകൾ ഉപയോഗിച്ച് ചെറിയ അണക്കെട്ടുകൾ നിർമ്മിക്കാനും സംഭരിച്ച വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യാനും പഠിപ്പിച്ചു. പിന്നീട് കിണർ കുഴിക്കുക എന്ന സാധ്യത പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ മണ്ണിന് ഉറപ്പില്ലാത്തതിനാൽ കിണർ പ്രായോഗികമല്ല എന്നാണ് ഗ്രാമവാസികൾ പറഞ്ഞത്. അപ്പോഴാണ് കേരള മാതൃകയിൽ വശങ്ങൾ കെട്ടിയുറപ്പിച്ച കിണർ പറ്റുമോ എന്ന് ശ്രമിച്ചത്. മലാവിയിലെ വിവിധ ഗ്രാമങ്ങളിലായി ഇതുവരെ 7 കിണറുകളാണ് അദ്ദേഹം കുഴിച്ചിട്ടുള്ളത്. ഭർത്താവിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഭാര്യ സുമിയും ഒപ്പം നിൽക്കുകയാണ്. കിണർ നിർമ്മിക്കാൻ മണ്ണിന്റെ ഉറപ്പില്ലായ്മ ഒരു പ്രശ്നം തന്നെയായിരുന്നു. പിന്നീട് ഇഷ്ടികയും സിമന്റും ഉപയോഗിച്ച് മണ്ണ് ഇടിഞ്ഞു വീഴാതിരിക്കാൻ കിണറിന്റെ ഉൾഭാഗം കെട്ടുകയും അത്തരത്തിലുള്ള 7 കിണറുകൾ നിർമ്മിക്കുകയും ചെയ്തു. ഇപ്പോൾ സോളാർ പാനൽ ഉപയോഗിച്ച് രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന ഗ്രാമങ്ങളിലേക്ക് വെള്ളം എത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് അരുൺ പറയുന്നത്. എല്ലാം യാദൃച്ഛികമായി സംഭവിച്ചതാണെന്നാണ് അരുൺ പറയുന്നത്. അമ്മാവനാണ് തന്നെ മലാവിയിലേക്ക് കൊണ്ടുവന്നതെന്നും മലാവിയിലെ ഒരു കമ്പനിയിലെ വെയർഹൌസ് മാനേജറായാണ് ജോലിക്ക് എത്തിയതെന്നും 38-കാരനായ അരുൺ പറയുന്നു. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നിർമ്മാണ കമ്പനിയിലെ ജോലിയിലേക്ക് മാറിയപ്പോഴാണ് കാര്യങ്ങൾ മാറിയത്. ആഫ്രിക്കയിലെ കഠിനമായ ജീവിത യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് അപ്പോഴാണെന്നും അതാണ് ഇത്തരമൊരു ഉദ്യമത്തിന് വഴിത്തിരിവായതെന്നുമാണ് അരുൺ പറയുന്നത്. തന്റെ ചിന്തകൾ വഴിമാറി സഞ്ചരിച്ച ആ സാഹചര്യത്തെക്കുറിച്ച് അരുൺ വിശദീകരിക്കുന്നത് ഇത്തരത്തിലാണ്. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജോലിയുടെ ഭാഗമായി അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതും മറ്റുമായിട്ടുള്ള വലിയ പദ്ധതികളാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിനായി ചിലപ്പോൾ ദൂരഗ്രാമങ്ങൾ സന്ദർശിക്കേണ്ടതുണ്ട്. ചിസാസീല എന്ന ഗ്രാമത്തിലേക്ക് അങ്ങനെ ഒരിക്കൽ സന്ദർശനം നടത്തിയെന്നും അവിടെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടത്തിൽ കുറച്ചു കുട്ടികളെ കാണുകയും ചെയ്തു. അന്വേഷിച്ചപ്പോൾ ഗ്രാമവാസികൾ അതൊരു സ്കൂളാണെന്ന് പറയുകയായിരുന്നു. പുല്ല് മേഞ്ഞ മേൽക്കുരയും 4 തൂണുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. മഴ പെയ്താൽ സ്കൂളിന് അവധി പ്രഖ്യാപിക്കുമെന്ന് ഗ്രാമവാസികൾ പറയുകയും ചെയ്തു. പിന്നീട് അവരെക്കുറിച്ചായി ചിന്ത. അങ്ങനെ 1 മുതൽ 4-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പുതിയ കെട്ടിടം പണിയാൻ തീരുമാനിച്ചു. ടാർപോളിൻ ഷീറ്റുള്ള ഒരു ഷെഡ് പണിയാനാണ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ അധ്യാപകരും ഗ്രാമവാസികളും അവർക്കൊരു സ്ഥിരം കെട്ടിടം വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായി. ഇഷ്ടിക നിർമ്മിക്കാൻ ഗ്രാമവാസികൾ സഹായിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ 20,000 ഇഷ്ടികകൾ നിർമ്മിച്ചു. കെട്ടിടത്തിന് അത് മതിയായിരുന്നു. ദുബായിൽ ജോലി ചെയ്തിരുന്ന സുഹൃത്തായ ആഷിഖിനോടും വിവരം പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ സാമ്പത്തികമായി സഹായം ചെയ്തു. 1.5 വർഷമെടുത്താണ് സ്കൂൾ പണിതത്. ഒരിക്കലും ക്രൗഡ് ഫണ്ടിങ്ങിനെ ആശ്രയിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ആ സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുകയാണ്. 1 മുതൽ 7 വരെ ക്ലാസുകൾ ഉണ്ടെന്ന് വളരെ സന്തോഷത്തോടെയാണ് അരുൺ പറയുന്നത്. അതായിരുന്നു ആദ്യ സംരംഭം. ഭാര്യ സുമി എന്നോടൊപ്പം ചേർന്നതിന് ശേഷം മറ്റ് ഗ്രാമങ്ങൾ സന്ദർശിക്കാനും തുടങ്ങിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വ്യത്യസ്ത പാചക രീതികൾ അവരെ പഠിപ്പിച്ചു. ചെറിയ കടകൾ സ്ഥാപിക്കാനും അവരുടെ സാധനങ്ങൾ വിൽക്കാനും അവരെ സഹായിച്ചു. ഇരുവർക്കും മലാവി ഡയറീസ് എന്ന യൂട്യൂബ് ചാനലും ഉണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെയാണ് ഇതിനുള്ള പണം കണ്ടെത്തുന്നത്. പൊനേലെ ഗ്രാമത്തിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കുന്ന ജോലിയിലാണ് ഇരുവരും ഇപ്പോൾ.